നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് നിയുക്ത മന്ത്രി സഖാവ് OR കേളു. നമസ്കാരം സഖാവേ. നമസ്കാരം. ആദ്യം തന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഈ അധികാരം അത് മുൻനിർത്തി സഖാവിന് കൈരളി വാർത്താ സംഘത്തിൻ്റെ, കൈരളി കുടുംബത്തിൻ്റെ, ഒപ്പം തന്നെ കൈരളി പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ. വളരെ നന്ദി, സന്തോഷം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി വയനാട്ടിൽ നിന്ന് എന്നാണ് മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്ര പദവിയിലേക്ക് എത്തുമ്പോൾ, ചരിത്ര സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ എന്തു തോന്നുന്നു? ശരിയാണ്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രി വയനാട്ടിൽ ആദ്യമായിട്ടാണ്. അത് ഒരു ചരിത്രം തന്നെയാണ്. ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടിയും മുന്നണിയും ഇപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ടും മുന്നണിക്കും വേണ്ടിയിട്ട്, അതോടൊപ്പം നമ്മുടെ ഏത് വകുപ്പിനാണോ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ വിഭാഗത്തിന് വേണ്ടി പരമാവധി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം, താല്പര്യം എടുക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. വയനാട്ടിൽ ഞാൻ അന്വേഷിച്ചു. ഞങ്ങളൊക്കെ OR കേളു MLA എന്ന് സഖാവിനെ വിളിക്കുമ്പോൾ വയനാട്ടുകാർ പ്രായം പോലും നോക്കാതെ കേളുവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മറ്റൊരു കേളുവേട്ടനുണ്ട്, കോഴിക്കോട്ട് നിന്നുള്ള സഖാവ് MK കേളു. ആ കേളുവേട്ടൻ്റെ പേര് ഇപ്പോൾ താങ്കൾക്കാണ്. എങ്ങനെ കാണുന്നു? അത് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഒരു പേര് വന്നു വെച്ചാൽ, ഞാനൊരു 10-23 വർഷമായിട്ട് ജനപ്രതിനിധി എന്ന നിലയ്ക്കും രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്കും ഒക്കെ തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ പറയുക, വയനാട്ടിൽ എല്ലാവരും വിളിച്ച് അങ്ങനെയായി. ഞാൻ ഒരു തവണ ചെറുപ്പം ഒരു തവണ കണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നുള്ളൂ, കോഴിക്കോട്. പക്ഷെ പാർട്ടിയുടെ ചരിത്രത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള ഒരു നേതാവാണ്, ഒരുപാട് ആദരവ് പിടിച്ചു പറ്റിയ നേതാവാണ് അല്ലേ? അതെ അതെ. ഇപ്പോൾ ഇങ്ങനെ എത്തുമ്പോൾ സഖാവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കേരളത്തിലാകെയുള്ളവർക്ക്, മുഴുവൻ മലയാളികൾക്കും തന്നെ താല്പര്യം ഉണ്ടാവും. ഞാൻ ചോദിക്കുകയാണ്, കുടുംബത്തെ പറ്റി. ആരായിരുന്നു അച്ഛൻ, ആരായിരുന്നു അമ്മ, എങ്ങനെയാണ് അവർ സഖാവിനെ വളർത്തിയത്? എനിക്ക് അച്ഛൻ്റെ പേര് രാമനാണ്, അമ്മയുടെ പേര് അമ്മുവാണ്. അച്ഛന് 4 മക്കളാണ്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. 3 ആണുങ്ങളും ഒരു സ്ത്രീയും. 4 മക്കളും വിവാഹം ചെയ്തു, ഞാനും വിവാഹം ചെയ്തു. എനിക്ക് ഭാര്യയും 2 പെൺകുട്ടികളുമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു 10-200-300 ഒക്കെ ഉള്ള ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് ചെറുപ്പകാലത്ത്. അപ്പോൾ അച്ഛനമ്മയ്ക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് കൂലിപ്പണിയൊക്കെ എടുത്താണ് വളർത്തിയിട്ടുള്ളത്. ഞാനും ഈ പറഞ്ഞ പോലെ, എൻ്റെ ഓർമ്മ വെച്ച് ശരിയാണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. പഠിത്തവും കൂലിപ്പണിയും ഒരേ സമയം കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ വരുന്നത്. സാവിൻ്റെ ജീവിത വിവരങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കൂപ്പിലെ തൊഴിലാളിയായിരുന്നു, എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു എന്ന് കണ്ടു. ആ ദിവസങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്ത് പറയും? അതൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ആ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആ വന്ന വഴികൾ എൻ്റെ ജീവിതത്തിന് ഒരു പ്രചോദനമായി എന്നുള്ളതാണ്. എസ്റ്റേറ്റിൽ എന്താണ് ചെയ്തിരുന്നത്? ഞാൻ എസ്റ്റേറ്റിൽ ഏകദേശം എല്ലാ പണിയും എടുക്കും. കാപ്പി പറയും, മുളക് പറയും, അതിന് ചുവട് കൊത്തൽ, മരം കയറൽ, മരത്തിൻ്റെ ചോല ഇറക്കൽ, കട്ട മുറിക്കൽ, ഇങ്ങനെ കാർഷിക മേഖലയിലെ സകല പണിയും ഞാൻ പറഞ്ഞല്ലോ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അത് വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു അച്ഛൻ്റെ കൂടെ. പിന്നെ പണിയെടുത്ത് അങ്ങനെ സകല പണിയും കർണാടക ഡിസ്ട്രിക്റ്റിലൊക്കെ പോയിട്ട് അവിടെ കാപ്പിത്തോട്ടത്തൊക്കെ കിടന്ന് ഒരുപാട് മാസങ്ങളൊക്കെ പണിയെടുത്തു. അങ്ങനെ ജീവിതം പുലർത്തി. ഈ കൂപ്പിലെ പണി വളരെ ഹെവിയാണ്, വളരെ കായികാധ്വാനം ആവശ്യമുള്ളതാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കൂപ്പിൽ എന്താണ് ചെയ്തിരുന്നത്? കൂപ്പിൽ വെച്ചാൽ ഞങ്ങളവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ 72-73 അവിടെ അന്ന് വനം മുറിച്ചിരുന്നു. ഇവിടെ വനം മുറിച്ച് അവിടെ യൂക്കാലി പ്ലാന്റേഷൻ ആരംഭിച്ചിരുന്നു. അപ്പോൾ യൂക്കാലി പ്ലാന്റേഷൻ ആരംഭിച്ച സമയത്ത് അച്ഛൻ ഈ യൂക്കാലി പ്ലാന്റേഷനിൽ ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ അമ്മയും പോകുമ്പോൾ
അമ്മേൻ്റെ കൂടെ ഞാനും പോവും. അപ്പോൾ ഈ പ്ലാന്റേഷന് വേണ്ടിയിട്ട് കൂപ്പൊക്കെ വെട്ടി അറിഞ്ഞിട്ട് ചുട്ട് കത്തിച്ച്, പിന്നെ ഈ പ്ലാന്റേഷന് വേണ്ടിയിട്ട് തൈ ഉൽപ്പാദിപ്പിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ചെറുപ്പത്തെ ഏർപ്പെട്ടു പോയിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ അവർ ഉണ്ടോ? മറ്റേ സഹോദരങ്ങളൊക്കെ ഇപ്പോൾ എന്ത് പറയുന്നു? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛനെ ഞാനിപ്പോൾ വിളിച്ചു, സംസാരിച്ചു, നീ എപ്പോൾ വരുന്നതാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വാർത്തയൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. സ്വന്തം അമ്മ മരിച്ചുപോയി. ഇപ്പം രണ്ടാനമ്മയാണ് ഉള്ളത്. 3 സഹോദരങ്ങളും കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു അധികാര പദവിയിലെത്തുമ്പോൾ അത് കാണാൻ അമ്മയില്ല. അതൊരു സങ്കടം. ആ അമ്മയെ എങ്ങനെ ഓർക്കുന്നു? അമ്മനെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും. പക്ഷെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്ത് അമ്മയുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ട്. അത് ഒരു തവണ കണ്ടു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ കൂടെയില്ലാത്ത ഒരു സങ്കടം. എന്തായാലും അമ്മയുടെ ഓർമ്മ വെച്ചിട്ട് നമുക്കും സന്തോഷം തന്നെ എന്ന് പറയാം. എങ്ങനെയാണ് സഖാവ് ഒരു കമ്മ്യൂണിസ്റ്റ് ആയത്? വീട്ടിലോ നാട്ടിലോ ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വാധീനവും എന്തെങ്കിലും മാതൃകകളും ഒക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായത്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുകയും അതോടൊപ്പം തന്നെ ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിറഞ്ഞു തരും ഞങ്ങളുടെ ജീവിത. അങ്ങനെയാണ് ഞങ്ങളുടേതുള്ളത്. ഞങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അന്യൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, അന്യൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ ഭയങ്കര നിബന്ധനയുണ്ട്, ഭയങ്കര അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടും ഒക്കെ തന്നെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ഛൻ എന്നെ സ്കൂളിൽ ചേർത്തു. അപ്പോൾ സ്കൂളിൽ ചേർത്തപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ കഴിച്ചിട്ട് പോകാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ വിശപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അന്യൻ്റെ ഭക്ഷണം കഴിക്കാത്ത പാടില്ലാത്ത വിഷയങ്ങളുണ്ട്. കഴിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഞങ്ങളുടെ സമുദായത്തിലുണ്ടായിരുന്നു. പക്ഷേ വിശപ്പിൻ്റെ മുമ്പിൽ ഒരു രക്ഷയില്ല. ഞാൻ സ്കൂളിൽ നിന്ന് ഈ വീട്ടിലറിയാതെ സ്കൂളിൽ നിന്ന് അന്നൊക്കെ ഉപ്പുമാവ് വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ ഉപ്പുമാവ്. അപ്പോൾ സ്കൂളിൽ ഞാൻ വീട്ടുകാരറിയാതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കും, വീട്ടിൽ വന്നാൽ പറയില്ല. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെ അവരുടെ വീടുകളിൽ പോകും. അപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഇതൊന്നും വീട്ടിൽ പറയില്ല. അപ്പോൾ വിശപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അപ്പം അതൊരു എന്താ പറയുക, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിലേ നമുക്ക് എന്താ പറയുക, ചെറുക്കാനുള്ള ഒരു വാസന. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വഴിയിൽ എങ്ങനെ എത്തി? ആരെങ്കിലും മാതൃക ഉണ്ടായിരുന്നു അവിടെ? ഏതെങ്കിലും നേതാവോ? ഇല്ലില്ല. ഞാനിപ്പോൾ കണ്ടു വെച്ചാൽ എൻ്റെ അച്ഛൻ ഇതൊക്കെ ഒരു പുരോഗമനവാദിയായിരുന്നു. എല്ലാത്തിനെയും ഇങ്ങനെയുള്ള അനീതി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെയും വിമർശിക്കുക, പറയുക, ഇങ്ങനെയുള്ള അതൊക്കെ കേട്ട് തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഈ നക്സലിൻ്റെ വിഷയമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ വർഗീസിൻ്റെ നാടാണ്. ഞാനൊക്കെ വളരെ ചെറുപ്പത്തൊക്കെ വർഗീസിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും, സൗഹൃദത്തിന് വരും, രാത്രി കാലങ്ങളിൽ വരും. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പറയും, അവർക്ക് കൊടുക്കും. ഇങ്ങനെ ചെറുപ്പത്തിൽ അവരെ കണ്ടതും അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതും ഒരു ചെറിയൊരു പ്രചോദനത്തിന് ഇടയായി തന്നെ എനിക്ക് തോന്നുന്നു. പിന്നീട് പാർട്ടിയിൽ വന്നു, നേതാവായി, ജനപ്രതിനിധിയായി, പഞ്ചായത്ത് അംഗമായി, പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. ഈ പദവിയിലൂടെയൊക്കെ ജനസേവനം ചെയ്തപ്പോൾ ഇതിൽ ഏത് തലത്തിലുള്ള സേവനമാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ആയിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു സംതൃപ്തി ലഭിച്ചത്. കാരണം നമുക്ക് നേരിട്ട് ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും മനസ്സിലാക്കാനും ഇടപെടാനും അവരെ സഹായിക്കാനും സാധിച്ചത് വലിയൊരു അനുഭവം. സ്വന്തം സ്ഥലത്ത് തന്നെ.
താങ്കൾക്ക് ഇങ്ങനൊരു മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ താങ്കൾ ആ സ്ഥലത്തും ജനകീയനായ ഒരു മന്ത്രിയായിരിക്കും എന്ന് ഞങ്ങളൊക്കെ വിചാരിക്കുകയാണ്, അതിനെ ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് ഒരിക്കൽ പോലും തോൽക്കാത്ത ഒരാള്, വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ടിരുന്ന ഒരാള് എന്നൊരു പദവി കൂടി താങ്കൾക്കുണ്ട്. അവസാനം താങ്കൾ തോൽപ്പിച്ചത് അന്ന് മന്ത്രിയായിരുന്ന ജയലക്ഷ്മിയെയാണ്. ആ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, വീണ്ടും വീണ്ടും ആവർത്തിച്ച തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, അതിന് സഹായിച്ചത് എന്താണ് സഖാവിനെ? അതിന് സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാർട്ടി തന്നെയാണ്. ഒന്ന് പാർട്ടി. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഞാനിപ്പോൾ പഞ്ചായത്ത് മെമ്പറായി വന്നപ്പോഴും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോഴും ഒക്കെ വെച്ചാൽ ഞാൻ പിന്നെ ഒരു എന്താ പറയുക, ഒരു ആത്മാർത്ഥമായിട്ട് താഴെ എവിടം വരെ പോകണം അവിടം വരെ ഇടപെട്ട് അവരെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹവും ബഹുമാനം തന്നെയാണ് ആൾക്കാർ തരുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജയം സംഭവിക്കുന്നു. അങ്ങനെ ആയിരിക്കാം. താങ്കൾ നേരത്തെ താങ്കളുടെ ജനിച്ച സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, വളർന്ന സമുദായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പിന്തുടർന്ന സമുദായമായിരുന്നു, അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു താങ്കൾ ജീവിച്ചതെന്ന്. പക്ഷേ അത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത ഒരു സമുദായം കൂടിയാണ്. അവിടെ ബ്രിട്ടീഷുകാരോട് പൊരുതിയ പഴശ്ശിരാജാവിൻ്റെ ഏറ്റവും വലിയ സേന താങ്കളുടെ സമുദായ അംഗങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യവും അതിൻ്റെ അഭിമാനവും അതിൻ്റെ ആ വീര പൈതൃകവും ഒക്കെ ഇപ്പോഴും ആ സമുദായം വളരെ കാര്യമായിട്ട് ഓർക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴും മനസ്സുകൊണ്ട് ഉണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും? അല്ല, ഏറെ ഇല്ലെങ്കിലും കുറേയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴൊരു പഴയ ഞങ്ങളുടെ മുൻ തലമുറക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ത്യാഗം ചെയ്ത ഒരു താവഴിക്കാരാണല്ലോ, അല്ലെങ്കിൽ പിന്മുറക്കാരാണല്ലോ ഞങ്ങൾ എന്ന കാര്യത്തിലൊക്കെ ചെറിയൊരു അഭിമാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ പഴശ്ശിരാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ നേതാക്കന്മാരെയൊക്കെ തങ്ങളുടെ കക്ഷത്തിൽ ഒതുക്കാൻ വേണ്ടി സംഘപരിവാറൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് കാണുന്നുണ്ടോ? നിങ്ങളൊക്കെ കാണുന്നുണ്ടോ? എന്താണ് അത്? ആ ഒരു നടപടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും അത് അതിനവർ ശ്രമിക്കുന്നുണ്ട്, അത് ശരിയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ ശ്രമം വിജയിക്കുന്നില്ലല്ലോ. അതിനുള്ള ശ്രമം വിജയിക്കുന്നില്ല. കാരണം യാഥാർത്ഥ്യം തന്നെയാണ്, ചരിത്രം തന്നെയാണ്. അതിനെ അവർ വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് വയനാട് പോലെയുള്ള ജില്ലയിൽ ഞങ്ങളുടെ ആൾക്കാരെ ഇടയ്ക്ക് അവർ വലിയ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, അതാണ് സഖാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വകുപ്പ് ഇത്രനാൾ കൈയാളിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സഖാവ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ആദരവുള്ള വളരെ മിടുക്കനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. അവസാനം ഒപ്പിട്ട ആ ഉത്തരവ് പോലും ചരിത്രത്തിലേക്ക് ചേക്കേറി അങ്ങനെ നിൽക്കുകയാണ്. ആ സഹപ്രവർത്തകനെ കുറിച്ച്, ആ സഖാവിനെ കുറിച്ച് താങ്കൾ എന്ത് പറയും? രാഷ്ട്രീയ സഖാവ് നമുക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു ഊർജമാണ് അദ്ദേഹവും ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം എന്നെ പോലെ വളരെ താഴെത്തട്ടിലുള്ള ഒരു മേഖലയിൽ നിന്ന് വളർന്ന് ജീവിച്ച് അനുഭവ പാഠങ്ങളുള്ള ഒരു സഖാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സുദീർഘമായിട്ടുള്ള സേവനം ഇപ്പോൾ കേരള സംസ്ഥാനത്തിന് കുറേ വർഷങ്ങളായത് കിട്ടിയതൊക്കെ നമുക്കറിയാം. ഏറ്റവും നല്ല സേവനവും തന്നെയാണ് അദ്ദേഹം നമ്മുടെ കേരള സമൂഹത്തിനും ഈ തദ്ദേശീയ ജനവിഭാഗത്തിനും അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഇപ്പോൾ കോളനി സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കോളനി എന്ന് പറയുമ്പോൾ ഈ തദ്ദേശീയ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അന്തർലീനമായിട്ടുള്ള ചില അപകർഷബോധം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് താമസിക്കുന്ന തദ്ദേശീയ ജനവിഭാഗത്തിന് അല്ലെങ്കിൽ പൊതുവെ ഈ സമൂഹത്തിന് അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.
കെ രാധാകൃഷ്ണന് വേറെ 2 വകുപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. ആ വകുപ്പുകൾ നമുക്കറിയാവുന്നതുപോലെ ദേവസ്വം വകുപ്പും മറ്റേ പാർലമെന്ററി കാര്യവുമായിരുന്നു. അത് മറ്റ് മന്ത്രിമാർക്ക് ചുമതല ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് താങ്കൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതിനെ ചൊല്ലി ചിലരെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചില അഭിപ്രായങ്ങൾ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കമന്റുകളോട് താങ്കൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? അതിനെപ്പറ്റി എന്ത് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ മന്ത്രിയാവുന്നത്. ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത്. സീനിയറാണ്. എനിക്കൊരു മുൻപരിചയം ഇല്ല. ഇപ്പം ഈ വകുപ്പ് തന്നെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അതേസമയത്ത് ഒരു പാർലമെൻറ്റ് കാര്യം മന്ത്രി എന്ന് പറയുമ്പോൾ നിയമസഭയുടെ റൂളും വകുപ്പും കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു MLAക്ക് ഒരു മന്ത്രിക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളിൽ ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ട് അതൊക്കെ പാർട്ടി പരിഗണിച്ചിരിക്കും. അത് പാർട്ടി പരിശോധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ ഇപ്പോൾ ദേവസ്വം, മലബാർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചി ദേവസ്വം, ഓരോരോ സ്ഥലത്ത് ഓരോ നിയമങ്ങളും കാര്യങ്ങളും ഒരു പ്രശ്ന വകുപ്പ് തന്നെയാണ്. അപ്പോൾ മുൻപരിചയമില്ലാത്ത ഞാൻ ഈ 2 വകുപ്പും കൈകാര്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതെനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പാർട്ടിയുടെ സദുദ്ദേശമാണ് അതിൻ്റെ പുറകിലുള്ളത്. തീർച്ചയായിട്ടും പാർട്ടി എടുത്ത തീരുമാനം അത് വളരെ കറക്റ്റായിരുന്നു. വയനാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ്. നമ്മുടെ മന്ത്രിമാർ സംസ്ഥാനത്തിലെ ആകെ മന്ത്രിമാരാണ് എങ്കിൽ പോലും ജില്ല പറയുമ്പോൾ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ്. വയനാട് ആവട്ടെ ഇപ്പോഴും വളരെ അവികസിതമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ആ ജില്ലയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അവിടുത്തെ വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് മനുഷ്യമൃഗ സംഘർഷത്തിന്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ടായി വന്നിരിക്കുന്നു. ഈ പ്രശ്നങ്ങളുടെ എല്ലാം വയനാടിന്റെ മന്ത്രിയായി മാറുമ്പോൾ എന്ത് തോന്നുന്നു? അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ വയനാട് ജില്ലയിൽ ഇപ്പോൾ ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റാണ്. ഏറ്റവും കൂടുതൽ ഈ തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. നിങ്ങളീ പറഞ്ഞ പോലെ വന്യമൃഗത്തിൻ്റെ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു മന്ത്രിയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഉത്തരവാദിത്തോടു കൂടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഒരു ജില്ല തന്നെയാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ജനങ്ങൾ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയായിരിക്കും എൻ്റെ നിന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് എൻ്റെ ഒരു പരമാവധി ശ്രമം ഞാൻ നടത്തും. അതുപോലെ തന്നെ അവിടെയുള്ള ജനവിഭാഗങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഗോത്രവർഗ ജനവിഭാഗത്തിന് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരൊരു കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തോട് അണിചേർന്നത് മുതൽ മുത്തങ്ങ സമരകാലത്ത് വരെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അവരുടേതായ നിലയ്ക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ താങ്കൾ എങ്ങനെ അഭിമുഖീകരിക്കും? താങ്കൾ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെ, ഈ ഭാഗത്തിന് വെച്ചാൽ ഇപ്പം മാറിയ ലോകത്ത് ഇപ്പോൾ ഇവരുടെ ഒരു ജീവിത രീതി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ പരമ്പരാഗതമായിട്ട് കൃഷിയും കാർഷിക മേഖല ജോലിയും വരുമാനവുമായിട്ടാണ് ഈ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ വയനാട്ടിലെടുത്താലും അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവേ എടുത്താലും ഇപ്പോൾ കാർഷിക മേഖല നമുക്ക് വഴിമാറി. കാർഷിക മേഖല വഴിമാറുമ്പോൾ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ തൊഴിൽ മേഖലയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അവർക്ക് ഏകദേശം അങ്ങനെയുള്ള ജോലികൾ മാത്രമാണല്ലോ വശമുണ്ടായിരുന്നത് ഒരു കാലത്ത്. അപ്പോൾ കാർഷിക മേഖല മാറുമ്പോൾ അവർ തൊഴിൽ നഷ്ടപ്പെടുന്നു. തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ വരുമാനം നഷ്ടപ്പെടുന്നു. വരുമാനം നഷ്ടപ്പെടുമ്പോൾ കുടുംബത്തിൽ അരക്ഷിതാവസ്ഥ രൂപപ്പെടുന്നു. അത് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ആൾക്കാരിപ്പോൾ കൊടക് ഡിസ്ട്രിക്റ്റിലൊക്കെ ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മാറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കൃഷിയെ തിരിച്ചു കൊണ്ടുവരാനും ആ കാർഷിക മേഖലയിൽ ജോലി കൊടുക്കാനും ഇന്നത്തെ കാലത്ത് അതൊരു അപ്രവ്യാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് മനസ്സിലാക്കി പുതിയ കാലഘട്ടത്തിൽ അവർക്ക് തൊഴിലും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് തോന്നുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കുറേ പദ്ധതികൾ നടപ്പാക്കി. ഇപ്പോൾ ഗോത്രബന്ധു നടപ്പാക്കി. അത് സർക്കാർ തലത്തിൽ കുറേ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പണിയാണ്. അങ്ങനെ വരുമാനം ഉണ്ടാകും.
ഇപ്പോൾ കുറേ പേർക്ക് ബീറ്റ് ഫോറസ്റ്റായിട്ട് ജോലി കൊടുത്തു, കുറേ പേർക്ക് പോലീസായിട്ട് കൊടുത്തു, കുറേ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കൊടുത്തു, ആരോഗ്യവകുപ്പിലെ പാരാമെഡിക്കൽ പഠിച്ച ആൾക്കാരെ നേഴ്സായിട്ട് ജോലി കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു പുതിയ രീതിയിലേക്ക് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അവർക്ക് വരുമാനം ജോലി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെടുക്കുകയാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഉന്നതി എന്ന പദ്ധതി വെച്ചുകൊണ്ട് ഇപ്പോൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരെ ഇന്ന് സ്വദേശത്തും വിദേശത്തും പഠിപ്പിച്ചുകൊണ്ടും ജോലി കൊടുത്തുകൊണ്ടുള്ള പദ്ധതി. അപ്പോൾ മാറിയ കാലഘട്ടത്തിൽ ഇതാണ് ആക്സസ്. അത് പിന്തുടരുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഇത്രയും വർഷത്തിനോടൊക്കെ ഈ മേഖലയിലെ പുതിയൊരു ജനറേഷനാണ് ഇപ്പോൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അവരൊക്കെ തന്നെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡായി വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ മേഖലയിലേക്ക് തിരിച്ചുകൊള്ളുക തന്നെയാണ് നല്ലതെനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ ഈ ഗോത്രവർഗ ജനത അവർ രാഷ്ട്രീയ പരീക്ഷണ മൃഗങ്ങളായി അവരെ കാണുന്ന ചില കൂട്ടരെങ്കിലുമുണ്ട്. ഇപ്പോൾ സ്വത്വ രാഷ്ട്രീയ സംഘടനകൾ മുതൽ സംഘപരിവാർ വരെ, BJP വരെ അങ്ങനെയാണ് ചെയ്യുന്നത്. BJP അവരെ ആദിവാസികൾ എന്ന പരമ്പരാഗതമായ വിളിപ്പേര് മാറ്റി വനവാസികൾ എന്നൊക്കെ വിളിക്കുന്നുമുണ്ട്. അവർക്ക് ഒന്നുകിൽ അവരുടെ പ്രവർത്തിച്ച് അവരെ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ രാഷ്ട്രീയ അനുഗാമികളാക്കി മാറ്റുക. അതിനൊക്കെ BJP ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങളുടെ പരീക്ഷണ മൃഗങ്ങളായിട്ട് അവർ മാറുന്നൊരു സാഹചര്യത്തിൽ ആ വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവ് എന്ന നിലയ്ക്ക് ആ പ്രശ്നങ്ങളെ പറ്റി എന്തു പറയും? അതാണ് ഇപ്പം ഈ രാധാകൃഷ്ണൻ മിനിസ്റ്റർ കോളനി എന്നുള്ള വാക്ക് തന്നെ എടുത്ത് മാറ്റാനുണ്ടായൊരു സാഹചര്യം ഒരു പക്ഷേ അതായിരിക്കാം. ആദിവാസികളെ എന്നും ആദിവാസികളായിട്ടും കോളനിവൽക്കരിച്ച് നിർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വർഗീയവാദികളായിട്ടുള്ള ഇങ്ങനെയുള്ള BJP RSSൻ്റെ ഒരു പ്രവർത്തനം എനിക്ക് തോന്നുന്നു. അവർ ആ രീതിയിൽ തന്നെ അവരെ തളച്ചിടാൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എക്കാലത്തും ഈ RSSനും BJPക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളൊരു 2 വർഷക്കാലമാണ് താങ്കൾക്ക് മന്ത്രി പദവിയിൽ കിട്ടുക. ഈ കാലം കൊണ്ട് എങ്ങനെയുള്ളൊരു മന്ത്രിയായിരുന്നു താൻ എന്നറിയപ്പെടാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? താങ്കൾക്ക് എന്തെങ്കിലും സ്വപ്നമുണ്ടോ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇന്നത് ചെയ്യും എന്ന നിലയ്ക്ക്? അല്ല, എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ 2 വർഷം ഒരു പരിമിതിയുണ്ട്. 2 വർഷം എന്ന് പറഞ്ഞാൽ 24 മാസമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും, അതിൻ്റെ ഇടയ്ക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ തന്നെ വരും. അപ്പോൾ സമയം ഒരു പരിമിതിയാണ്. അത് ഞാൻ മനസ്സിലാക്കും. മന്ത്രിയാകുമ്പോൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ആ ചുമതല ഏറ്റെടുക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു ആഗ്രഹം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ക്ഷേമ പദ്ധതികൾ അത് ശക്തിപൂർവം നമ്മൾ നടപ്പാക്കണം. ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ വീട്, കുടിവെള്ളം, വൈദ്യുതി, കുട്ടികളുടെ സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ ഈ പ്രസവ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ഈ പ്രഭാത ഭക്ഷണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതികളുണ്ട് ഇവർക്ക് നടപ്പാക്കുന്ന. അത് വളരെ നല്ല രീതിയിൽ എന്ന് പറയാം, അതിനൊരു മുടക്കം കൂടാതെ, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു മുടക്കം കൂടാതെ. കാരണം ഈ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ചർച്ച നടക്കുന്നത് വെച്ചാൽ സമയത്തിന് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടണ്ടേ. ഇപ്പോൾ MLA ആയപ്പോൾ ഞാൻ തന്നെ അതിനിങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കൃത്യമായി അവർക്ക് അതാത് സമയത്ത് അവർക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം. പിന്നെ രണ്ടാമത് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയില്ല, അതില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചുവന്നു കൊണ്ടുപോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുന്നുണ്ട്. എല്ലാ ഈ പറഞ്ഞ പോലെ പ്രാന്തപ്രദേശങ്ങളിലേക്കും ഒരു ആക്സസ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. കാരണം നമ്മൾ ആധുനിക ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സങ്കേതങ്ങളിലേക്കും സഞ്ചരിക്കാൻ ആവശ്യമുള്ള ഒരു വാഹനത്തിനുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാനുള്ള ഒരു ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഇത് സമയബന്ധിതമായിട്ടും നടക്കണം. അതിന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്. മന്ത്രിയാവുന്നതിന് മുമ്പേ മന്ത്രി ആയ ഒരു മനോഭാവത്തോടു കൂടിയാണ് താങ്കൾ സംസാരിച്ചത്. വളരെ പ്രസക്തമായ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ഷേമരാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പലരും പറയുമ്പോൾ ഇല്ല, ക്ഷേമരാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്, ക്ഷേമം ജനങ്ങൾക്ക് ലഭിക്കണം എന്ന് പറയുന്ന ഒരു നിയുക്ത മന്ത്രി. ഒപ്പം തന്നെ എല്ലാ
ഗോത്രവർഗ പിന്നോക്ക വിഭാഗ സങ്കേതങ്ങളിലേക്കും ആധുനിക വഴിത്താരകൾ എത്തണം എന്ന് പറയുന്ന ഒരു മന്ത്രി. താങ്കളത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇങ്ങനൊരു അഭിമുഖം തന്നതിന് എല്ലാ നന്ദിയും ആശംസകളും. വളരെ സന്തോഷം.